ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മൾ ഡിപ്രഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് എടുത്തത്. മാനസികമായും ശാരീരികമായും ഒരു മനുഷ്യൻ തളർന്നു കഴിയുമ്പോൾ ആ മനുഷ്യന് അതിപ്പം വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിലും ശരി, ഒരു നോർമൽ ഒരു വ്യക്തിയാണെങ്കിലും ശരി, നമുക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യരായ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ചില ആളുകൾ പറയും അവൾക്കത് ഒരു രോഗമാണ്, 24 മണിക്കൂറും ഇവള് വീട്ടിലാണെങ്കിൽ ഇവള് 24 മണിക്കൂറും കച്ചറയാണ്. അല്ലെങ്കിൽ കാരണം അത് പറയുമ്പം ആ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണ്. ഈ കുട്ടിയെന്ന് കേട്ടിരുന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇതിലുള്ളൂ. പക്ഷേ ആളുകൾ ഇപ്പം ആ കുട്ടിയുടെ പാരൻസ് വിളിച്ചു കഴിഞ്ഞാലും ആർക്കെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വയ്യ എന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പം അവസ്ഥകൾ മനസ്സിലാക്കാതെ അതൊരു കച്ചറയാണ്, അല്ലെങ്കിൽ ഒരു വൈകല്യമുള്ള ഒരു കുട്ടിക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാവും. ആ കുട്ടി വിചാരിച്ച സ്ഥലത്തേക്ക് ആ കുട്ടിക്ക് പോകാൻ പറ്റണില്ല. വിചാരിച്ച സ്ഥലത്തേക്ക് ആ കുട്ടിക്കൊരു യാത്ര പോലും ചെയ്യാൻ പറ്റാതെ മറ്റുള്ള ആളുകളുടെ ഹെൽപ്പോട് കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേ ഫാമിലീനെ ഞാൻ കാണുകയുണ്ടായി. ഒരു ദിവസം ഒരു ഫാമിലിയിൽ ഞാൻ പോയ സമയത്ത് ആ കുടുംബത്തിൽ ഉള്ള എല്ലാ മക്കളും ഒരേപോലെ, ആ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്ര ഉള്ള ആളുകൾ മൊത്തം അതേപോലെ. അവര് അവരുടേതായ ലൈഫ് കണ്ടെത്തി. അപ്പം ഇവർക്ക് ഒന്ന് പുറത്തു പോകണമെങ്കിൽ പാരൻസിൻ്റെയോ മറ്റുള്ളവരുടെ സഹായം വേണം. ഇവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ അവരുടെ സഹായം വേണം. അവരുടെ സഹായം ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് പോണെങ്കിൽ പോലും അവരുടെ സഹായം വേണം. പാരൻസ് ഹെൽപ്പ് ചെയ്യായിട്ടല്ല, ഒരു ഏജ് വരെ പാരൻസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർക്ക് ശാരീരികമായും മാനസികമായും ഒരു പ്രയാസങ്ങൾ വരും. ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മളെ പാരൻസിനൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണ്ടേ? ആ കുടുംബത്തിൽ ഞാൻ പോയി കഴിഞ്ഞപ്പം ഫസ്റ്റ് പോയി മീറ്റ് ചെയ്ത സമയത്ത് എൻ്റെ മക്കളെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം എങ്ങനെ ഞാൻ റിട്ടേൺ തിരിച്ചു വന്നതെന്ന് എനിക്കും എന്നെ പടച്ച റബ്ബിനും മാത്രമേ അറിയൂ. കാരണം അത്രത്തോളം സങ്കടത്തോടു കൂടെ, കാരണം ഞാൻ അത്രയും ആ ഫാമിലീനെ കണ്ടിട്ട് അത്രയും ഞാൻ സങ്കടപ്പെട്ടു. പിന്നെ ആ ഫാമിലിക്ക് എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ശ്രമിച്ചു. കാരണം നമ്മളെ കൊണ്ട് ഒരു വ്യക്തിക്കൊരു ഉപകാരം കിട്ടുക എന്നുള്ളത്, പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി കാര്യങ്ങളെല്ലാം. കാരണം നല്ല ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് ആ വീട്ടിലുള്ളവരൊക്കെ. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, എങ്ങനെയാണ് ഇവരുടെ ഇത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പം
കാരണം ആ ആൾക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഈ മക്കൾക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉയരാൻ ഈ മക്കൾക്ക് സാധിക്കും. ഈ മക്കൾക്ക് വേണ്ടി ആ പാരൻസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അവരെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മുഖത്ത് ആ ആ ചിരിക്കുമ്പോഴും അവരുടെ മുഖത്ത് അവരുടെ ആ പ്രയാസങ്ങൾ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ആ കുടുംബത്തെ, അതിലുള്ള ഒരു വ്യക്തിയെ ഞാൻ വിളിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു കൊടുത്തു. ഇന്ന് കാരണം നമ്മളെ കൊണ്ട് പടച്ചോൻ നമ്മളോട് എന്താണ് പറഞ്ഞത്, നമ്മളൊരു വ്യക്തിയുടെ കണ്ണ് തുടച്ചു കൊടുത്താൽ നമ്മുടെ പ്രയാസങ്ങളും റബ്ബ് പെട്ടെന്ന് പരിഹരിച്ചു തരും എന്നല്ല പറഞ്ഞു. അപ്പം മനുഷ്യരായ നമ്മൾക്കൊക്കെ പ്രയാസങ്ങളുണ്ട്, നമ്മുടെ പാരൻസിനും പ്രയാസങ്ങളുണ്ട്. ഈ വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഇതൊരവസ്ഥയാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. പാരൻസിന് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ കുറ്റം കൊണ്ടല്ല. ഇപ്പം ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകും, മിസ്സേ ഞങ്ങള് പ്രാർത്ഥിച്ച് മടുത്തുട്ടോ ഈ മോനക്ക് വേണ്ടി, അല്ലെ ഈ മോൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അത് പറയരുത്, അത് പറയരുത്, അത് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊരിക്കലും പറയരുത് എന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞ സമയത്ത് അത് നിങ്ങൾ ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞ് ആ ഒരു സന്ദർഭത്തില് പിന്നെ ഞങ്ങൾ എന്ത് പറയണം മോളെ? ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാകും, ഇത് നിങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാവും. പിന്നീട് ആ കുടുംബത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഏറ്റവും പ്രകാശത്തോടു കൂടെ ഇന്ന് ആ കുടുംബം ഒരുപാട് ഹാപ്പിയാണ്. പക്ഷെ ഇനിയും അതിലേറെ ഹാപ്പി ആവട്ടെ. കാരണം ഞാൻ ആ ഒരു വാക്ക്, നിങ്ങൾ കരയരുത്, ആ പാരൻസിന് ഞാൻ കൊടുത്ത വാക്ക്, ആ പിന്നെ നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടുന്ന് പിരിയുമ്പോൾ ഞാൻ വിചാരിച്ചത്, പടച്ചോനെ, ഞാൻ ഈ ഒരു കുടുംബത്തിനെ കണ്ടിപ്പോൾ ഞാൻ ഇവിടുന്ന് പോവാണ്, തിരിച്ച് ഞാൻ ഈ മുറ്റത്തേക്ക് തന്നെ തിരിച്ചു വരും. അപ്പം ഈ കുടുംബം ഒരുപാട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണേ പഠിത്തണേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. കാരണം ഇങ്ങനെ ഉള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകി എന്നുള്ളത് തെറ്റല്ല. അവർക്ക് നോക്കാൻ ഉറപ്പുണ്ട് എന്ന് പടച്ച റബ്ബിന് തോന്നിയത് കൊണ്ടാണ് അവർക്ക് ആ കുട്ടിയെ നൽകിയത്. ആ കുട്ടി അവരുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് റബ്ബിന് തോന്നിയത് കൊണ്ടാണ് റബ്ബ് പടച്ചോൻ ആ കുട്ടിയെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്. അല്ലാതെ ചില ഫാമിലികളിലൊക്കെ ചെല്ലുമ്പം ഇങ്ങനെയുള്ളൊരു കുട്ടി അറിയുമ്പം എന്താണ്, ചില ആൾക്കാർക്ക് ഒരു തുറിച്ച നോട്ടം. ഞാൻ
ഒരുപാട് സ്ഥലത്ത് പോയപ്പം ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് സങ്കടം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് ഒരു തുറിച്ച നോട്ടങ്ങളും പരിഹാസങ്ങളും ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടീനെ എവിടേക്കും ഇറക്കലില്ല. എവിടേക്കും അതെന്തിനാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അവർക്കുമുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവർക്കുണ്ട്. ഇപ്പം ഡിസേബിൾഡ് ഉള്ള ആളുകൾ തന്നെ ഒരുപാട് തൊഴിൽ ചെയ്ത് അവർക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം ജീവിതത്തിൽ അവരെ ഒരു എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് ഒരു കുറവ് ഉണ്ട് എന്ന് നിങ്ങളുടെ കണ്ണു അവരുടെ ഈ പുറത്ത് പരിഹാസവാക്കുകൾ നമ്മളെ പറഞ്ഞ് തളർത്തുന്നവരുടെ മുന്നിലാണ് നിങ്ങളുടെ മക്കൾക്ക് കുറവ്. അപ്പൊ നിങ്ങൾ പറയാൻ പഠിക്കണം, നിങ്ങളുടെ കണ്ണിലാണ് ആ ഒരു കുറവ് തോന്നുന്നത്. അത് എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് ഈ മകൾ ജനിച്ചത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എനിക്ക് എൻ്റെ റബ്ബ് എന്താണോ എനിക്ക് ഈ കുട്ടിയിലൂടെ എനിക്ക് ഒരുപാട് നന്മകൾ ഈ കുട്ടിയിലൂടെ വരാൻ. ഇപ്പൊ ഈ കുട്ടി കാരണം ഈ കുട്ടിക്ക് സങ്കടം വരുന്ന സമയത്ത് ഈ കുട്ടി ഒരുപാട് കരയും, അട്ടഹാസിച്ച് കരയുമ്പൊക്കെ ഈ കുടുംബത്തിലുള്ള ആളുകള് അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബമാണ് എങ്കിൽ ആ കൂട്ടുകുടുംബത്തിലുള്ള ഒരേ ഒരു വ്യക്തി ഇതിനെ കൊണ്ടൊരു ശല്യമാണല്ലോ. എല്ലാ കുടുംബത്തിലും ഉണ്ട് ഇങ്ങനെയുള്ള കുറെ എണ്ണം. ഇവിടെ അങ്ങനെ സുഖമില്ലാത്തൊരു കുട്ടി എന്ന് പറയുമ്പം അത് എത്രത്തോളം വിഷമമുണ്ടാവും. എന്ത് പ്രശ്നമാണ് നമ്മളുടെ കുട്ടിക്കുള്ളത്? എന്താണ് സുഖമില്ലാത്തൊരു കുട്ടി? എല്ലാ വീട്ടിലും ഉണ്ട് ഇങ്ങനെ ഡിസേബിൾഡുള്ള ആളുകള്. പിന്നെ എല്ലാ വീട്ടിലും ഉണ്ട് ഓരോ പ്രശ്നങ്ങളുള്ള കണ്ണിന് വഴിയിലുള്ള ആളുകള്, മുതിർന്നവര്, ചെറിയ കുട്ടികൾ, എല്ലാ വീട്ടിലും ഉണ്ട് ഇങ്ങനത്തെ ആളുകള്. 24 മണിക്കൂറും കാറിങ് കൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂറും എന്തെങ്കിലും ചെയ്തും കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എത്രത്തോളം ഈ കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ ആളുടെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാവും അറിയാം. അത് കാരണം ലൈഫിൽ അവര് പറഞ്ഞിട്ടല്ല, അവരുടെ പാരൻസ് പറഞ്ഞിട്ടല്ല അവരെ ഇങ്ങനെ പടച്ച റബ്ബാക്കിയത് അല്ലല്ലോ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇങ്ങനെ ആക്കിയത്? അല്ല. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്കും പെട്ടെന്നൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ ആവുന്നതേ ഉള്ളൂ. ഒരുപാട് ആളുകള് ഇപ്പം തടിയുള്ള ഒരാളോട് നീ എന്താ തടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവൂലേ? മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനോട് നീ എന്താ ഒന്നും കഴിക്കാറില്ലേ? എന്തായിക്കാണ് ഈ കോലം? അപ്പൊ ആ വ്യക്തി എന്തുകൊണ്ടാണ് തടിച്ചത് അല്ലെങ്കിൽ മെലിഞ്ഞത്? ഒരുപാട് വർഷം നല്ല തടിയുള്ള ഒരാളായിരുന്നു, പെട്ടെന്ന് മെലിഞ്ഞു പോയി. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാലും മെലിയും. കാരണം ലൈഫിൽ ഒരുപാട് എല്ലാം ഉണ്ട്, പൈസ ഉണ്ട്, എല്ലാ സംഗതിയും ആൾക്കുണ്ട്. പക്ഷെ മനസ്സിന് സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ആള് മെലിയും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഡിസേബിൾഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും. കാരണം
ആ വ്യക്തിക്ക് എത്രത്തോളം പ്രയാസമുണ്ട് എന്നുള്ളത് ആ വ്യക്തിയുടെ ശരീരത്തിലേക്കും ആ വ്യക്തിയുടെ മനസ്സിലേക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആ ഒരു കാരണം ഇങ്ങനെയുള്ള കുട്ടികളുള്ള ഫാമിലി ഒരിക്കലും സങ്കടപ്പെടേണ്ട. കാരണം ക്ഷമിക്കുന്നതേക്കാളിലും ചിലപ്പം അവരുടെ ബാക്കിയുള്ളവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല, പക്ഷേ ഫാമിലിക്ക് അവരെ ജന്മം നൽകിയ ഒരു പിതാവും മാതാവും ഉണ്ട്. കൊല്ലാൻ പറ്റില്ലല്ലോ എൻ്റെ മകളെ, അല്ലെങ്കിൽ എൻ്റെ മകനെ കൊല്ലാൻ പറ്റില്ലല്ലോ, ജന്മം നൽകിയില്ലേ, അപ്പം കൊല്ലാൻ പറ്റില്ല. ഞാൻ പല ഫാമിലിയിലും ചെല്ലുമ്പം അല്ല മാം, ഞങ്ങൾ ഈ കുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട്, ഇനി ഈ കുട്ടീനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജന്മം നൽകി, പക്ഷെ ഇനി കുട്ടീനെ കൊല്ലാൻ പറ്റൂലല്ലോ, കൊലക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. കാരണം അങ്ങനെ ഒരു പാരൻസ് പറയണമെങ്കിൽ എത്രത്തോളം ആ കുടുംബത്തിൽ നിന്ന് ഒരു അപമാനം സഹിച്ചിട്ടുണ്ടാവും. പിന്നെ ആ കുട്ടി ഉയർന്നു വരുമ്പോൾ ഈ കളിയാക്കിയവര് തന്നെ ഈ കുട്ടിയെ തളർത്താനും ശ്രമിക്കുന്നവരുണ്ടാവും. അപ്പം നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. കുടുംബത്തിലെ സന്തോഷമാണ് ഏറ്റവും വലുത്. ഹാപ്പിനെസ്സോട് കൂടെ ജീവിക്കുക. മറ്റുള്ളവരെന്തു പറയുന്നുവോ എന്ന് നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഒരിക്കലും സമയം കിട്ടൂല മക്കളെ, ഒരിക്കലും കിട്ടൂല. ജീവിതത്തിൽ വിജയിക്കണം, എൻ്റെ മകനെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മകളെ കൊണ്ട് എനിക്ക് വിജയിക്കണം, നാളെ സ്വർഗത്തിൽ ഒരു ഇടം എനിക്ക് എൻ്റെ മകളെ കൊണ്ടല്ല, എനിക്ക് എൻ്റെ മകനെ കൊണ്ട്. ഞാൻ ആ കുടുംബത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാണ് ഉമ്മ, സ്വർഗത്തിന്റെ അവകാശികളാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നിന്റെ നാക്ക് പൊന്നാക്കട്ടെ എന്ന് പറഞ്ഞു. നിന്റെ നാക്ക് പൊന്നാക്കട്ടെ, നിന്റെ വാക്കില് സത്യം ഉണ്ടാവട്ടെ. ഇന്നും ഞാൻ ആ കുടുംബത്തെ പോയി കാണാറുണ്ട്. കാരണം അവര് എന്നെ കാണാൻ വരാറുണ്ട്. ഒരുപാട് സന്തോഷാണ്. കാരണം ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനുമായി കോണ്ടാക്ട് ചെയ്യുമ്പോഴും ഇവര് ആ വിഷമം അടക്കി പിടിച്ചിട്ടാണ് ഇവര് സംസാരിക്കുക. ഇവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഇവര് ഡിസേബിൾ ആയത് കൊണ്ട് ഈ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. ഈ ഞാൻ വീണ്ടും പറയുന്നു, മറ്റുള്ളവർ എന്ത് പറയുന്നുവോ എന്ന് നോക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. അവരിത് പറഞ്ഞു, അവരത് പറഞ്ഞു, എനിക്ക് അതുകൊണ്ട് പറ്റൂല, ഇതുകൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്ക് എല്ലാത്തിനും കഴിവുള്ളവളാണ്, അല്ലെ കഴിവുള്ളവനാണ് എന്ന് കാണിച്ചു കൊടുക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിജയം അതാണ്. ജീവിതത്തില് നമ്മളെ പടച്ച റബ്ബിനറിയാം, അവന് അറിയാത്തതായിട്ട് ഒന്നുമില്ല ഈ ദുനിയാവില്. നമ്മളെ പടച്ച റബ്ബിനറിയാം, നമ്മള് ഒരു ആളുടെ കയ്യിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്തതൊന്നും പടച്ച റബ്ബ് കൊടുക്കൂലല്ലോ. അപ്പൊ ഇത് താങ്ങാൻ പറ്റുന്നതാണ്. പ്രയാസങ്ങൾ നിനക്ക് ഇന്ന് പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ നാളെ അതിലേറെ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പം എല്ലാം ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും
എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മി ഷഹാന വയനാട്.